തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടുകൂടി നമ്മുടെ കേരളത്തിലെ മുന്നണികളും അതിനുള്ളിൽപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പേരുകളും പുറത്തുവിടാൻ തുടങ്ങി. ആദ്യ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ LDFനും UDFനും NDAയ്ക്കും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് അവരവർ രംഗത്തിറക്കിയിരിക്കുന്നത്. അതിൽ BJPയുടെ ലിസ്റ്റിൽ ആദ്യ ലിസ്റ്റിൽ 47 മണ്ഡലങ്ങളിലേക്ക് 47 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന വലിയ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. നമുക്കറിയാം, നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട് ഒക്കെ അതിൽ വരുന്നതാണ്. ഈ മണ്ഡലങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ മുമ്പ് പലപ്പോഴും സംസാരിച്ചിരുന്നതുമാണ്. അധികം ശ്രദ്ധിക്കപ്പെടാത്ത, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു മണ്ഡലത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി മണ്ഡലമാണ് ഞാൻ ഇവിടെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു LDFും UDFും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമായിട്ടാണ് കരുനാഗപ്പള്ളി പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ കരുനാഗപ്പള്ളിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അങ്ങനെയല്ല. അതായത് 2011 ശേഷം BJPക്ക് വലിയ മുന്നേറ്റമുണ്ടായിരിക്കുന്ന ഒരു മണ്ഡലമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP അവിടെ വലിയ രീതിയിൽ വോട്ട് നേടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും BJP അവിടെ 37,000-ഓളം വോട്ട് നേടിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ച് 48,839 വോട്ടുകൾ നേടി. 3-ാം സ്ഥാനത്തെത്തിയെങ്കിലും 2-ാം സ്ഥാനത്തുള്ള CPMൻ്റെ ആരിഫിനേക്കാൾ വെറും 191 വോട്ടുകളാണ് അവർക്ക് കുറവുണ്ടായിരുന്നത്. അതിൻ്റെ കണക്കുകളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. എന്നാലും കരുനാഗപ്പള്ളി എന്തുകൊണ്ട് ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി കരുതുന്നില്ല എന്ന സംശയമാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിശക്തമായ മത്സരം അത് 2016 അവിടെ നടന്നിരുന്നു. അതുപോലെ ഈ 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മത്സരം നടന്ന ആലപ്പുഴ ജില്ലയുടെ ഭാഗമായ ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്ത് വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കരുനാഗപ്പള്ളിയുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ കൊല്ലം പ്രാദേശികം എന്നൊരു ഗ്രൂപ്പ് അവിടെ ഒരു സർവേ നടത്തി. ഏതാണ്ട് 5000-ഓളം പേരെയാണ് അവർ സമീപിച്ചത്. അവർക്ക് ചില ചോദ്യങ്ങൾ കൊടുക്കുകയും അതിൽ നിന്ന് വിവരങ്ങൾ തേടുകയും അത് ക്രോഡീകരിച്ച് ആ ഉത്തരങ്ങൾ ക്രോഡീകരിച്ചാണ് അവർ ഒരു സർവേ ഫലം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഞാൻ ആ സർവേയുടെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. ആ സർവേ ഈ പരമാവധി അവർ നിഷ്പക്ഷമായിട്ടാണ് ആ സർവേ നടത്തിയിരിക്കുന്നത്. പരമാവധി ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോടോ ഒരു മുന്നണിയോടോ ഒരു അടുപ്പം കാണിച്ചു, ഒരു പക്ഷപാതിത്വം കാണിച്ചു എന്ന് തോന്നാത്ത വിധത്തിൽ വളരെ ശ്രദ്ധയോടെയാണ് ആ സർവേ പൂർത്തിയാക്കിയിരിക്കുന്നത്. ആ സർവേയുടെ അന്തിമ ഫലം UDFന് മണ്ഡലത്തിൽ നേരിയ മുൻതൂക്കം ഉണ്ട്. നിലവിൽ UDFൻ്റെ CR മഹേഷ്, കോൺഗ്രസ്സുകാരനായ ചെറുപ്പക്കാരൻ CR മഹേഷാണ് അവിടുത്തെ MLA. CR മഹേഷ് കഴിഞ്ഞ തവണ, അതായത് 2021 വൻ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചത്. അന്ന് BJPയുടെ സ്ഥാനാർത്ഥി വളരെ പുറകിലേക്ക് പോവുകയും വളരെ കുറച്ച് മാത്രം വോട്ട് അവിടെ പിടിക്കുകയും ചെയ്തു. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് കേരളം മുഴുവനും ഒരു ഇടത് തരംഗം ഉണ്ടായിട്ടുകൂടി മഹേഷിൻ്റെ വിജയത്തെ തടയാനായില്ല. എന്നു മാത്രമല്ല, വൻ ഭൂരിപക്ഷത്തിൽ മഹേഷ് അവിടെ വിജയിക്കുകയും ചെയ്തു. എന്നാൽ 2026 എത്തുമ്പോൾ മഹേഷിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കാരണം ഇക്കുറി BJP അവരുടെ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെയാണ് അവിടെ രംഗത്തിറക്കിയിരിക്കുന്നത്. അത് ചെറുപ്പക്കാരനായ CPMൽ നിന്ന് BJPയിലേക്ക് ഏതാണ്ട് 10 വർഷം മുമ്പ് വന്ന ജിതിൻ ദേവ് എന്ന ആ
ചെറുപ്പക്കാരനായ നേതാവാണ് അവിടെ താമര ചിഹ്നത്തിൽ BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. കഴിഞ്ഞ ഏറെ മാസങ്ങളായിട്ട് ജിതിൻ ദേവ് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് ഈ കൊല്ലം പ്രാദേശികത്തിന് വേണ്ടി സർവേ നടത്തിയവർക്ക് മനസ്സിലായി. കാരണം ജനങ്ങളെ സമീപിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന മറുപടി അത്തരത്തിലുള്ളതാണ്. അവിടെ CPIയുടെ അതായത് LDFന് വേണ്ടി CPIയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് MS താര, പഴയ BM ഷെരീഫ് എന്ന മുൻ MLAയുടെ മകളാണ്, മണ്ഡലത്തിൽ സുപരിചിതയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു ത്രികോണ പോരാട്ടം കരുനാഗപ്പള്ളിയിൽ നടക്കും എന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമായിരിക്കും കരുനാഗപ്പള്ളിയിൽ നടക്കുക. കരുനാഗപ്പള്ളിയുടെ ഒരു സ്വഭാവ സവിശേഷതകൾ, ആ മണ്ഡലത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കാലം LDF സ്ഥാനാർത്ഥികളെ, ഇടത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച ഒരു മണ്ഡലം കൂടിയാണ് കരുനാഗപ്പള്ളി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2021 മുമ്പ് 2001 അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജൻ ബാബു വിജയിച്ചു വന്നത്. അന്ന് അതിനുശേഷം 2006 മുൻ മന്ത്രി C ദിവാകരൻ, 2011 C ദിവാകരൻ, തുടർന്നിങ്ങോട്ട് 2016 LDF ആണ് അവിടെ ജയിച്ചത്. 2016 അവിടെ മത്സരിച്ച് തോറ്റുപോയ ആളാണ് CR മഹേഷ്. പക്ഷേ CR മഹേഷ് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് അതിശക്തമായി പ്രവർത്തിക്കുകയും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുകയും ചെയ്തു. അങ്ങനെ 2021 CR മഹേഷ് വിജയിച്ചു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ അതിശക്തമായ മുന്നേറ്റമാണ് അവിടെ കാഴ്ചവെച്ചത്. 48,839 വോട്ട് എന്നത് ഒരു ചെറിയ സംഖ്യയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ LDFൻ്റെ ആരിഫ് നേടിയത് ഏതാണ്ട് 49,030 വോട്ടുകളാണ്. ഈ വോട്ട് വ്യത്യാസം, LDFും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 191 വോട്ടാണ്. അന്ന് UDFൻ്റെ KC വേണുഗോപാൽ നേടിയത് 57,955, ഏതാണ്ട് 58,000 വോട്ടാണ് അദ്ദേഹം നേടിയത്. അതായത് പോൾ ചെയ്യപ്പെട്ട വോട്ടിൻ്റെ 36.77%. LDF നേടിയത് 31.11%. BJPയുടെ ശോഭാ സുരേന്ദ്രൻ നേടിയത് 30.99%. വെറും 0.12% വ്യത്യാസം മാത്രമാണ് അന്ന് അവിടെ LDFും BJPയും തമ്മിൽ ഉണ്ടായത്. ഞാൻ അവിടുത്തെ മറ്റ് മത സാമുദായിക വിഭാഗങ്ങളുടെയൊക്കെ ഏകദേശ കണക്ക് ഈ സർവേ നടത്തിയവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പറയാം. അതായത് മണ്ഡലത്തിലാകെ 1,90,000 പുറത്താണ് വോട്ട്. 2 ലക്ഷത്തിന് തൊട്ട് താഴെ നിൽക്കും. ഇപ്പോൾ SIR കൂടെ നടപ്പാക്കി കഴിഞ്ഞ് അവിടുത്തെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് 1,91,000 വോട്ടാണ് അവിടെ ആകെ ഉള്ളത്. അതിൽ ഈഴവർ 27.6% എന്നാണ് പറയപ്പെടുന്നത്. 52,500 വോട്ട് ഈഴവ സമുദായത്തിനുണ്ട്. ഇതൊരു ഏകദേശ കണക്കാണ്, കൃത്യമല്ല, എങ്കിലും ഇതിനോടടുത്ത് തന്നെ വരും. അതുപോലെ നായർ വിഭാഗത്തിന് 23.1%, 44,000-ഓളം വോട്ടുണ്ട്. മുസ്ലിം വിഭാഗത്തിന് 21.5%, 41,000 വോട്ടുണ്ട്. അതുപോലെ SC വിഭാഗങ്ങൾക്ക് 9.4% വോട്ടാണ്, 18,000 വോട്ട്. അതുപോലെ ധീവര സമുദായത്തിന് 8.4%, 16,000-ഓളം വോട്ടുണ്ട്. ക്രിസ്ത്യൻ 6.8%, 13,000-ഓളം വോട്ടുണ്ട്. വിശ്വകർമ്മ വിഭാഗം 3.1%, 6,000-ഓളം വോട്ടുണ്ട്. ഇങ്ങനെയാണ് ഏതാണ്ട് അവിടെ ഈ സമുദായങ്ങളുടെ വോട്ട് നില. ഇതിൽ ധീവരസഭ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് കേൾക്കുന്നു. കാരണം ഇപ്പോൾ നരേന്ദ്രമോദി കൊച്ചിയിൽ വരികയും ധീവരസഭയുടെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തുകയും അവരുടെ സുവർണ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുക്കുകയും
കൊടുക്കുകയും ഒക്കെ ചെയ്തു. അന്ന് ധീവരസഭയുടെ മുൻ MLA ഒക്കെ ആയിരുന്ന ധീവരസഭയുടെ നേതാവ് ദിനകരൻ അവിടെ വച്ച് പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഞങ്ങൾ അങ്ങേക്കൊപ്പമുണ്ട് എന്ന് പ്രഖ്യാപിച്ചതാണ്. അതൊക്കെ നമ്മൾ വാർത്തകളിൽ വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. ഈ സാഹചര്യത്തിൽ ധീവരസഭയുടെ അതിശക്തമായ പിന്തുണ BJPക്ക് ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം അവിടെ RSSന് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് കരുനാഗപ്പള്ളി. അതുകൊണ്ട് തന്നെ നായർ ഈഴവ വിഭാഗങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ വോട്ട് BJPയിലേക്ക് വരും എന്ന് വ്യക്തമാണ്. അത് നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ്. ഇനി LDFിൻ്റെയും UDFിൻ്റെയും കാര്യം താരതമ്യം ചെയ്താൽ തീർച്ചയായിട്ടും UDFിനാണ് മുൻതൂക്കം. ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് BJP ആണോ LDF ആണോ എന്ന് പറയാൻ കഴിയില്ല. അത്രത്തോളം BJP മുന്നേറിക്കഴിഞ്ഞു. കേവലം മൂന്നാം സ്ഥാനത്ത് വളരെ പുറകിലായിരുന്ന 2021 മൂന്നാം സ്ഥാനത്ത് വളരെ പുറകിലായിരുന്ന BJP ആണ് ഈ 2026 എത്തിയപ്പോഴേക്കും LDFിനെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളിയിലെ വോട്ടർമാർ ഒരു ശക്തമായ ത്രികോണ പോരാട്ടത്തിൻ്റെ ഭാഗമാകുമെന്നും ഈ കൊല്ലം പ്രാദേശികം സർവേ പറയുന്നു. ആ സർവേയുടെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഏതാണ്ട് എല്ലാ വിവരങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെ നടക്കും എന്ന് വ്യക്തമാണ്. ഈ സർവേ നടത്തിയ ആ ഗ്രൂപ്പ് പറയുന്നത് നായർ ഈഴവ വോട്ടുകളാണ് അവിടുത്തെ വിജയിയെ നിർണയിക്കുന്നത്. മുസ്ലിം വോട്ടിനും ഒരു പങ്കുണ്ട്. കാരണം ഇതൊക്കെ കൺസോൾഡേറ്റ് ചെയ്ത് പെട്ടിയിലേക്ക് വീഴുന്ന വോട്ടുകളാണ്. CR മഹേഷിന് കഴിഞ്ഞ 5 വർഷം വിജയിച്ച് അവസരം കിട്ടിയെങ്കിലും കഴിഞ്ഞ 5 വർഷം അദ്ദേഹം നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയാത്ത നിരവധി പദ്ധതികൾ അവിടെയുണ്ട്. ഇപ്പോഴും കുടിവെള്ളം ഒരു വലിയ പ്രശ്നമാണ്. ഗതാഗതം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ജനങ്ങൾ. അതുപോലെ കൊല്ലം പട്ടണത്തെക്കാൾ വികസന സാധ്യതയുണ്ട് എന്ന് അവിടുത്തെ ജനങ്ങൾ കരുതുന്ന ഒരു പ്രദേശമാണ് കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി തൊട്ടടുത്ത് കായംകുളമാണ്. അതുപോലെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കരുനാഗപ്പള്ളി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം കരുനാഗപ്പള്ളിയിലാണ്. അതുപോലെ നമ്മൾ അറിയേണ്ട മറ്റൊരു വലിയ പ്രത്യേകത മാതാ അമൃതാനന്ദമയി മഠം സ്ഥിതി ചെയ്യുന്നത് കരുനാഗപ്പള്ളിയിലാണ്. കരുനാഗപ്പള്ളിയിൽ ടൂറിസത്തിന് വലിയ സാധ്യതകളുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. പക്ഷേ ആ രീതിയിൽ കരുനാഗപ്പള്ളിയെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ ഇതുവരെ അവിടെ നിന്ന് വിജയിച്ചവർക്കോ കേരളം ഭരിച്ചവർക്കോ സാധിച്ചിട്ടില്ല. ഇതാണ് BJP അവിടെ തുറുപ്പ് ചീട്ടായി ഉപയോഗിക്കുന്നത്. BJP ജയിച്ചു വന്നാൽ കേന്ദ്ര പദ്ധതികൾ കരുനാഗപ്പള്ളിയിലേക്ക് കൊണ്ടുവരുമെന്നും കരുനാഗപ്പള്ളിയെ വികസനത്തിൻ്റെ പാതയിലെത്തിക്കുമെന്നും അവർ ഉറപ്പ് നൽകുന്നു. ജിതിൻ ദേവ് ഒരു വളരെ ചെറുപ്പക്കാരനായ ഒരു നല്ല രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മണ്ഡലത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നു. എല്ലാ മേഖലകളിലും, അതായത് കരുനാഗപ്പള്ളിയുടെ എല്ലാ മേഖലകളിലും അദ്ദേഹം ചെന്നെത്തിക്കഴിഞ്ഞു. ഇതും LDFിനും UDFിനും ഒരുപോലെ വെല്ലുവിളിയാണ്. ഈ LDFിൻ്റെ സ്ഥാനാർത്ഥി ശക്തമായ ഭരണവിരുദ്ധ വികാരം നേരിടുന്നുണ്ട്. അത് കേരളം മുഴുവനും അലയടിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ LDFിന് ഇക്കുറി വലിയ സെറ്റ് ബാക്ക് ഉണ്ടാകും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു. പിന്നെ CPIക്കുള്ളിൽ വലിയ തോതിൽ പടലപ്പിണക്കങ്ങളുണ്ട്. അതുമാത്രമല്ല, കൊല്ലം ജില്ലയിൽ CPMന് ശക്തമായ വിഭാഗീയതയുണ്ട്. കൊല്ലം ജില്ലാ സമ്മേളനം നടന്നത് കരുനാഗപ്പള്ളിയിലാണ്. ആ കരുനാഗപ്പള്ളിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ പൂട്ടിയിട്ട സംഭവം പോലും ഉണ്ടായി. ആ വിഭാഗീയത തീർക്കാൻ ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് തന്നെ അവിടെ നേരിട്ട് എത്തേണ്ടി വന്നു. എന്നിട്ടും ആ വിഭാഗീയത തീർന്നിട്ടില്ല. ഇതെല്ലാം LDFിനെ സംബന്ധിച്ചിടത്തോളം കനത്ത വെല്ലുവിളിയാണ്. ആ LDFിന് അവർ നേരിടുന്ന വെല്ലുവിളിയെ അതിജീവിക്കാനുള്ള കരുത്ത് ഇപ്പോഴില്ല എന്നാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. കരുനാഗപ്പള്ളിയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് ഇതൊക്കെ.
അതുമാത്രമല്ല ഈ LDFിൻ്റെ തകർച്ച അവിടെ ഗുണം ചെയ്യുക BJPക്കായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം CR മഹേഷ് കഴിഞ്ഞ 5 വർഷം അവിടെ MLA ആയിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ച പലതും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തിന് ഇനിയും വോട്ട് കൊടുക്കണോ എന്ന ഒരു സംശയത്തിലാണ്. ഈ കാര്യങ്ങളെല്ലാം BJPക്ക് ഗുണകരമായി മാറിയാൽ BJP അവിടെ ഒരു വലിയ അട്ടിമറി നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. BJP കരുനാഗപ്പള്ളിയിൽ ഒരു വിസ്മയമായി മാറാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ഈ പറഞ്ഞതുപോലെ നിരവധി A ക്ലാസ് മണ്ഡലങ്ങൾ BJP ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന നിരവധി A ക്ലാസ് മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അവിടെയെല്ലാം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് എന്നും നമുക്കറിയാം. പക്ഷേ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത കരുനാഗപ്പള്ളി പോലെയുള്ള മണ്ഡലങ്ങളിലായിരിക്കും ഒരു പക്ഷേ അട്ടിമറി നടക്കാൻ പോകുന്നത്. അത് ഈ കരുനാഗപ്പള്ളിയിലെ അടിയൊഴുക്കുകൾ ശരിക്കും മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്നിവിടെ ചർച്ചയ്ക്ക് എടുത്തത്.